PMC കരാറിൽ ഒപ്പിട്ടതിൽ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്കുള്ള മാർച്ചിൽ ജലപീരങ്കി പ്രയോഗിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. PMCയിൽ ഒപ്പിടാൻ എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പദ്ധതിയിൽ ഒപ്പിട്ടതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ASFും AYFും നടത്തിയ മാർച്ചിൽ ജലപീരങ്കി പ്രയോഗിച്ചു. പദ്ധതി ഉപേക്ഷിക്കുന്നതുവരെ സമരം തുടരുമെന്ന് നേതാക്കൾ. PMC എന്ന് പറയുന്ന പദ്ധതി കേരളത്തിന്റെ മണ്ണിൽ അനുവദിക്കില്ല. ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും ഒരേ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും AYFനും ASFനും. PMC കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാ. കൊച്ചിയിലും AYFന്റെ പ്രതിഷേധമുണ്ടായി. സെക്രട്ടേറിയറ്റിലേക്ക് KSUവും ഫെറ്റേണിറ്റി മൂവ്മെന്റും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കാസർഗോഡ് AU ഓഫീസിലേക്ക് MSF പ്രവർത്തകർ മാർച്ച് നടത്തി. ഒപ്പിട്ടതിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. 22-ാം തീയതിയാണ് മന്ത്രിസഭാ യോഗം. ആ മന്ത്രിസഭാ യോഗത്തിൽ പോലും ഇത് ഒപ്പിട്ടത് അറിയിക്കുന്നില്ല. ആലോചിച്ച് ഈ എഗ്രിമെന്റ് 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് 16-ാം തീയതി തന്നെ ഇത് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം. കേരള ഗവൺമെന്റ് അത് കാണിച്ചില്ല. അവരവസാനം പോയി ആദ്യം വലിയ ബടായിയൊക്കെ പറഞ്ഞ്, ബടായി ചെറുതൊന്നുമല്ല, വമ്പൻ ബടായികളായിരുന്നു, ഇങ്ങോട്ട് തൊടികൂലെന്നൊക്കെ ആയിരുന്നു. അവസാനം വന്നിട്ട് ഒരൊറ്റ പ്രണാമമാണ്. ഇത് വല്ലാത്ത വീഴ്ചയായിപ്പോയി. സാഷ്ടാംഗം ഒരൊറ്റ വീഴ്ച. PMCയിൽ ഒപ്പുവെച്ചതോടെ കേരളം ശരിയായ നിലപാട് സ്വീകരിച്ചുവെന്നായിരുന്നു K. സുരേന്ദ്രന്റെ പ്രതികരണം. PMC പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഔപചാരികമായി ഒപ്പുവെച്ചതോടുകൂടി ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കേരളം ശരിയായ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.